ശ്വാസം കിട്ടാതെ പുറത്തേക്ക് തള്ളി വന്നു. മിറിയം ഭയത്തോടെ ദാവീദിനെ നോക്കി. ഇതുവരെ അവൾ ദാവീദിനെ ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ദാവീദ് കൈയെടുത്തതും അവർ പിണഞ്ഞ് താഴേക്ക് വീണു. കുറച്ചുപേർ ഓടി വന്ന് മിറിയത്തിന്റെ കൈ പിടിച്ചു. വിട് ദാവീ! അവൾ കൈ വലിച്ചുകൊണ്ട് അവനെ നോക്കി. ദാവീദ് തിരിഞ്ഞതും ഒരാൾ ദാവീദിന്റെ തലക്കടിച്ചു. ദാവീദ് കൈയിലേക്ക് നോക്കിയപ്പോൾ രക്തമൊഴുകുന്നത് കണ്ടു. ദാവീ! അവൾ അവരെ അകറ്റിമാറ്റി അവന്റെ അടുത്തേക്ക് ഓടി വന്നു. ദാവീ! അപ്പോഴേക്കും അവർ വന്ന് മിറിയത്തിന്റെ കൈ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചു. ദാവീ! അയാൾ വീണ്ടും ദാവീദിന്റെ തലക്കടിച്ചു. ദാവീ! മിറിയം കരഞ്ഞു. അയാൾ ഒന്നുകൂടി അവന്റെ തലക്കടിച്ചു. അവളെ കാറിൽ കയറ്റ്! അയാൾ പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ അവളെ പിടിച്ച് കാറിൽ കയറ്റി. ദാവീ! മിറിയം ഉറക്കെ വിളിച്ചു. നിലത്ത് മുട്ടുകുത്തി നിന്ന ദാവീദ് മിറിയത്തെയും കൊണ്ടുപോകുന്ന കാർ നോക്കി നിന്നു. പെട്ടെന്ന് കാർ ബ്രേക്ക് ഇട്ട് നിന്നു. ദാവീദ് മെല്ലെ എഴുന്നേറ്റ് ആ കാറിലേക്ക് നോക്കി നിന്നു. മിറിയം ഡോർ തുറന്നു വരുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് രക്തത്തുള്ളികൾ ഒഴുകുന്നുണ്ടായിരുന്നു. ദാവീദ് അവളെ നോക്കി ചിരിച്ചു. വരുന്നത് മിറിയമല്ല, എസ്തേർ ആണെന്ന് അവന് തോന്നി. ദാവീദിന്റെ കണ്ണുകൾ വിടർന്ന് അവൻ അവൾക്ക് നേരെ 2 കൈകളും നീട്ടി. മിറിയം അടുത്തെത്തിയതും ദാവീദ് മുട്ടുകുത്തി വീണപ്പോഴാണ് അവന്റെ പിന്നിൽ കുത്തിക്കേറിയ കത്തി അവൾ കണ്ടത്. ദാവീ! മിറിയം ഉറക്കെ വിളിച്ചു. മിറിയത്തിന് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ വീഴാൻ പോയതും ആരോ അവളെ പിടിച്ചു. ജോനഥാൻ ഫോൺ താഴെ വെച്ചു. അങ്ങനെ നമ്മൾ വിചാരിച്ചത് നടന്നു കഴിഞ്ഞു റിബേക്ക. ജോനഥാൻ അവളെ നോക്കി ചിരിച്ചു. ദാവീദ്? റിബേക്ക ചോദിച്ചു. ചത്ത് കാണില്ല. ജോ! റിബേക്ക ദേഷ്യത്തോടെ വിളിച്ചു. അലറണ്ട, മുറിവൊക്കെ ചെറുതാ, ചാവില്ല. സേറ? അവൾ അവനെ നോക്കിയപ്പോൾ മറുപടി എന്നോണം ജോനഥാൻ റിബേക്കയെ നോക്കി ചിരിച്ചു. മോളെ റിബേക്ക, ഇനി നിന്റെ കയ്യിലാണെല്ലാം. ജോനഥാൻ അവൾക്ക് കൈ കൊടുത്തു. ഹദ്സ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിന്റെ VVIP ICUവിന് കഴിഞ്ഞ 6 മണിക്കൂറോളം കാതറിൻ ഒരേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. അടുത്തുള്ള ഇരിപ്പിടത്തിൽ നഥാനും അക്കുവും കേറയും ഉണ്ടായിരുന്നു. സോഫി കേറയെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന നേരത്താണ് ആര്യൻ അവിടേക്ക് വന്നത്. എന്തായി ആര്യ? നഥാൻ ചോദിച്ചു. ആരോൺ പോലീസിന്റെ കൂടെ പോയിരിക്കുകയാണ്. എല്ലായിടത്തേക്കും ഇൻഫർമേഷൻ പോയിട്ടുണ്ട്. ഗവൺമെന്റ് നല്ല പ്രഷർ ചെലുത്തുന്നുണ്ടെങ്കിൽ സേറയെ വേഗം കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ദാവി? അവൻ ICUവിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എമിയും സീനിയർ ഡോക്ടർമാരും അകത്തുണ്ട്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, നഥാൻ പറഞ്ഞു. പുറത്ത് ഒരുപാട് പേര് തള്ളിക്കയറാൻ നിൽക്കൂ അങ്കിൾ. എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അന്നേരമാണ് എമിയും മറ്റൊരു ഡോക്ടറും ഡോർ തുറന്ന് പുറത്തേക്ക് വന്നത്. എമി, ദാവീദ്! കാതറിൻ അവളുടെ അടുത്തേക്ക് വന്നു. ആന്റി, മേലേക്കിന്റെ പിന്നിലേറ്റ മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണ്. പക്ഷേ പേടിക്കണ്ട, മേലേക്ക് കോൺഷ്യസ് ആയിട്ടുണ്ട്. സാറാനെ അന്വേഷിക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കാതെ നിന്നതാ. കുറെ എന്നോട് ചോദിച്ചു സാറ എവിടെയെന്ന്. ഞങ്ങൾക്ക് കാണാമോ? അക്കു ചോദിച്ചു. യെസ്, കാണാം. പക്ഷേ സാറ മിസ്സിംഗ് ആണെന്നറിഞ്ഞാൽ മേലേക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നതാണ്. മുറിവുള്ളതുകൊണ്ട്. അത് ഞങ്ങൾ നോക്കിക്കോളാം എമ്മി. കേറ അവളെ നോക്കി. അങ്കിൾ! റിബേക്കയും ജോനഥാനും അവിടേക്ക് ഓടി വന്നു. എന്താ അങ്കിൾ ദാവിക്ക് പറ്റിയത്? റിബേക്ക കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. അങ്കിൾ, നിങ്ങൾ അകത്തേക്ക് പോയിക്കോ, ദാവിയെ കാണ്, ആര്യൻ പറഞ്ഞു. അവർ അകത്തേക്ക് ചെന്നതിന് പിന്നാലെ റിബേക്ക പോകാൻ നിന്നതും ആര്യൻ അവളെ തടഞ്ഞുകൊണ്ട് ഡോർ അടച്ചു. നീ എങ്ങോട്ടാ? ആര്യ, എനിക്ക് ദാവിയെ കാണണം. അവൻ എന്തു പറ്റി? നിന്റെ നാടകം എന്റെ അടുത്ത് വേണ്ട റിബേക്ക. സേറ എവിടെ? അവൻ ചോദിച്ചു. എനിക്കറിയില്ല. ന്യൂസ് കണ്ടപ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞത് ആര്യ. എനിക്ക് ദാവിയെ കാണണം. ദാവി? കാതറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദാവീദ് കണ്ണുകൾ തുറന്ന് ഒന്നും മിണ്ടാതെ എല്ലാവരെയും നോക്കി. അവൻ തിരയുന്നത് മിറിയത്തെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എനിക്കൊന്നുമില്ല മമ്മ, കരയണ്ട. മിറിയം എവിടെ? അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അവളെവിടെ? എല്ലാവരും പരസ്പരം നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അബ്ബാ, മിറിയം എവിടെ? ദാവീദിന്റെ ശബ്ദം കുറച്ചുയർന്നു. അവൻ കേറയെ നോക്കിയപ്പോൾ കേറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടു. മിറിയത്തിന് എന്തു പറ്റി? അബ്ബാ, ഞാൻ ചോദിച്ചത് ആരും കേട്ടില്ലേ?
എന്റെ പഗ് എവിടെ? എന്റെ ഭാര്യ എവിടെയെന്ന്? ദാവി അത് നഥാൻ അവനെ നോക്കിയില്ല. അതും ഇതും ഇല്ല. ഞാൻ ചോദിച്ചത് എന്റെ മിറിയം എവിടെയെന്നാണ്. അവളെ വിളിക്ക്, എനിക്ക് കാണണം. ദാവി, നീ ടെൻഷനാകാതെ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അക്കു അവനെ നോക്കി. എന്താ അങ്കിൾ? സെറ മിസ്സിംഗ് ആണ്, അക്കു പറഞ്ഞു. വാട്ട്? ഇല്ല. ദാവീദ് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മോനെ എഴുന്നേൽക്കല്ലേ, കേറ അവന്റെ കൈപിടിച്ചു പറഞ്ഞു. ദാവി, മുറിവിളകും, നഥാൻ പറഞ്ഞു. ദാവീദ് എഴുന്നേറ്റു. എനിക്ക് ഈ മുറിവല്ല, എന്റെ മിറിയമാണ് വലുത്. പക്ഷെ എങ്ങോട്ടെന്നറിയാതെ എന്തു ചെയ്യാനാ? അക്കു ചോദിച്ചു. ആരോൺ പോയിട്ടുണ്ട് പോലീസിനൊപ്പം. ഈ ഇസ്രായേലിന്റെ ഓരോ കോണിലും സേറെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ല, എനിക്ക് അവളെ കാണണം. ദാവി, മമ്മ പറയുന്നത് കേക്ക്. സേറ അവൾ എസ്തേർ കൂടിയാണ്. അവൾക്ക് അവളെ രക്ഷിക്കാൻ അറിയാം, കാതറിൻ പറഞ്ഞു. ഇല്ല മമ്മ, എസ്തേറിന് പോലും അവളെ രക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ അവളെ പൂട്ടാൻ അവളെ കൊണ്ടുപോയവർക്കറിയാം. അവർ വന്നത് അവളെ കൊണ്ടുപോകാനാണ്. ദാവിയുടെ മുറിവിൽ നിന്നും രക്തം പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. ദാവീദ് ദേഷ്യത്തോടെ ബെഡിലിരുന്നു. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു അബ്ബാ. ദാവി, നീയൊന്ന് റിലാക്സ് ആവ്, നഥാൻ പറഞ്ഞു. എങ്ങനെ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ മിറിയത്തിന് 5 മാസമാകും. കുഞ്ഞു വിശുദ്ധനാണെങ്കിൽ മിറിയത്തെ കൊന്നുകളയാൻ പോലും അവർ മടിക്കില്ല. പിന്നെ എങ്ങനെ ഞാൻ റിലാക്സ് ആകും? നീ കള്ളം പറയുകയാണ് റിബേക്ക. നിങ്ങളറിയാതെ സേറ മിസ്സാകില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ സേറ എവിടെ? ഞങ്ങൾക്കറിയില്ല ആര്യൻ, ജോനഥാൻ പറഞ്ഞു. അറിയില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞാൻ മണ്ടനൊന്നുമല്ല ജോനഥാൻ. ഒരു കാര്യം പറഞ്ഞേക്കാം, സേറയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദാവീദ് ഇതുവരെ നിന്നോട് കാണിച്ച സഹതാപം എല്ലാം അവൻ വേണ്ടാന്ന് വെക്കും. റിബേക്ക, 2 വലിച്ചു കീറും നിന്നെ അവൻ. ആര്യൻ ദേഷ്യത്തോടെ റിബേക്കയെ നോക്കി പറഞ്ഞു. മിറിയം പതിയെ കണ്ണുകൾ തുറന്നു. കണ്ണിനു മുന്നിൽ ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ചുറ്റും നോക്കി. താൻ ഒരു ഇരുട്ടുമുറിയിലാണെന്ന് അവൾക്ക് തോന്നി. ഒരു തരി വെളിച്ചം പോലും അകത്തില്ലായിരുന്നു. മിറിയം പതിയെ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് തന്റെ കൈകാലുകൾ ബന്ധിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത്. മിറിയം കാലുകൾ വലിക്കുവാൻ ശ്രമിച്ചു. ദാവി! മിറിയം ഉറക്കെ വിളിച്ചു. അപ്പോഴാണ് ദാവീദിന് കുത്തേറ്റത് അവൾക്ക് ഓർമ്മ വന്നത്. യാഹേ, എന്റെ ദാവിക്കൊരാപത്തും വരുത്തല്ലേ. മിറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നാണ് ഇരുട്ടിനെ മുറിച്ച് വെളിച്ചമകത്തേക്ക് കടന്നു വന്നത്. വാതിൽ തുറന്ന് ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു. അയാൾ മിറിയത്തിന്റെ കൈകളിലെയും കാലുകളിലെയും കെട്ടുകൾ അഴിച്ച് അവളെ നോക്കി. മിറിയം എഴുന്നേറ്റ് നിന്നു. ആരാ നിങ്ങൾ? എന്തിനാ എന്നെ പിടിച്ചുകൊണ്ടുവന്നത്? ഞാൻ ആരെന്നറിയില്ലേ? അറിയാം സേറ, അയാൾ പറഞ്ഞു. യഹൂദ വംശത്തിന്റെ രാജ്ഞി, വിശുദ്ധ ഏതനായ ദാവീദ് നഥാനേതന്റെ ഭാര്യ, അയാൾ പറഞ്ഞു. ഞങ്ങളുടെ, അതായത് സാത്താന്റെ സന്തതികളുടെ രാജ്ഞിയായിരുന്ന എസ്തേറിന്റെ പുനർജന്മം. അപ്പോൾ നിനക്കെല്ലാം അറിയാം. ആരാണ് നിനക്ക് പിന്നിൽ? റിബേക്കയോ അതോ ജോനഥാനോ? സേറ, അതെന്തു ആകട്ടെ, പക്ഷെ സേറയ്ക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാകില്ല. എന്നെയാണോ വെല്ലുവിളിക്കുന്നത്? സേറ, താങ്കൾക്ക് ഈ മുറിക്ക് പുറത്തേക്ക് പോകാനാകില്ല. അയാൾ ചിരിച്ചു. ശ്രമിച്ചു നോക്ക്, വാതിൽ തുറന്നു കിടക്കുകയാണ്. മിറിയം അയാളെ തള്ളിമാറ്റി വാതിൽ ലക്ഷ്യമാക്കി നടന്ന് വാതിലിനടുത്തെത്തിയതും മിറിയം പിന്നിലേക്ക് വീഴാൻ പോയി. അവൾ വേഗം തന്നെ വയറിന്മേൽ കൈവച്ചു. അവൾ കിതച്ചുകൊണ്ട് അയാളെ നോക്കി. സേറ, ഈ വാതിലല്ലാതെ താങ്കൾക്ക് പുറത്തേക്ക് പോകാൻ മറ്റൊരു വഴിയുമില്ല. അയാൾ ചിരിച്ചു. ഈ മുറിയുടെ വാതിലിന് പുറത്ത് സാത്താൻ വേദങ്ങളാൽ ബന്ധിച്ചിരിക്കുന്നതാണ്. അത് ഭേദിക്കാൻ സേറയ്ക്ക് കഴിയില്ല. മിറിയം അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആരാ നീ? അവൾ ചോദിച്ചു. എന്നെ സേറയ്ക്ക് അറിയില്ല. സേറയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് എന്റെ പപ്പയെ അറിയാം. അവരെ ഇനി കാണാൻ ഭാഗ്യമുണ്ടാകുമെങ്കിൽ ചോദിച്ചു നോക്ക്, ആരാ വിക്ടർ എന്ന്. അയാൾ മിറിയത്തെ നോക്കി. അപ്പോ ആ കണക്ക് തീർക്കാനാണോ എന്നെ തട്ടിക്കൊണ്ടുവന്നത്? മിറിയം ചോദിച്ചു. തീർക്കാൻ ഞങ്ങൾ സാത്താന്റെ സന്തതികൾക്ക് ഒരുപാട് കണക്കുകളുണ്ട് മിറിയം സേറ ദാവീദ്, അവൻ പറഞ്ഞു. അല്ല. മിറിയം ചെന്ന് അവൾ കിടക്കുന്ന കട്ടിലിന്മേലിരുന്നു. എസ്തേർ ഇമ്മാനുവേലേതൻ, എന്തായാലും കണക്കുകൾ തീർക്കാൻ കൊണ്ടുവന്നതല്ലേ, ഞാൻ ഇവിടെ തന്നെ കാണും. കണക്കുകൾ തീർക്കാൻ ഞാൻ മാത്രം പോരല്ലോ, ഒരുത്തൻ കൂടി വേണ്ടേ? ദാവീദ് നഥാനേതൻ ഹോസ്പിറ്റലിലാണ്. അയാളുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു.
മരണം തൊട്ടില്ലെങ്കിൽ ദാവീദ് വരും. അവന് ശരീരത്തിലെ മുറിവുകളെക്കാൾ വലുതാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാകും. അവൾ ബെഡിൽ കിടന്ന് കണ്ണുകൾ അടച്ചു. ദാവി! റിബേക്ക അവന്റെ അടുത്തേക്ക് ചെന്നു. ദാവി, എന്തു പറ്റി നിനക്ക്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ദാവീദ് ഒന്നും മിണ്ടിയില്ല. പറയൂ ദാവി. ഇനി ഞാനത് വിവരിക്കണോ ഇവ? ദാവീദ് ദേഷ്യത്തോട് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല ദാവി. എന്റെ മെറിയം എവിടെ? ദാവീദ് അവളെ നോക്കി ചോദിച്ചു. എനിക്കറിയില്ല ദാവി. ആര്യനും എന്നോട് ഇത് തന്നെ ചോദിച്ചു. ന്യൂസിൽ കണ്ടാ ഞാൻ വിവരം പറഞ്ഞത്. നീ കള്ളം പറയുന്നു ഇവ. ഞാൻ എല്ലാം ക്ഷമിച്ചുവെന്ന് വരില്ല. ദാവി എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കറിയില്ല. ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വരാറില്ലല്ലോ. നീ എറിഞ്ഞു തന്ന ഒരു ജീവിതം ഇഷ്ടമില്ലാതെ ഞാൻ ജീവിക്കുന്നില്ലേ? നിന്നോട് ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞോ? ഞാൻ ചോദിച്ചത് അതല്ല. ദാവീദ് എഴുന്നേറ്റിരുന്നു. എനിക്കറിയില്ല. അവൾ അവളുടെ ഏതെങ്കിലും കാമുകന്റെ ഒപ്പം പോയി കാണും. അത് കേട്ടതും ദാവീദ് എഴുന്നേറ്റ് റിബേക്കയുടെ കഴുത്തിൽ പിടിച്ച് ചുമരിൽ ചേർത്ത് നിർത്തി. റിബേക്കയ്ക്ക് ശ്വാസം കിട്ടാതെ പടഞ്ഞു. കൊന്നുകളയും ഞാൻ. ദാവീദിന്റെ വലത് കൈയിലേക്ക് എല്ലാ ശക്തിയും എരിച്ചു കയറി. ശ്വാസം കിട്ടാതെ റിബേക്കയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ദാവി! നഥാൻ ഡോർ തുറന്നു വന്നപ്പോൾ കണ്ട കാഴ്ച കണ്ടു വിളിച്ചു. ദാവി, മോനെ, അവളെ വിട്. നഥാൻ ദാവീദിന്റെ കൈ പിടിച്ചു. കുറെ നേരത്തെ ശ്രമത്തിന് ശേഷം നഥാൻ അതിൽ വിജയിച്ചു. ദാവീദിന്റെ കൈ അവൻ റിബേക്കയുടെ കഴുത്തിൽ നിന്ന് പിടിച്ചു മാറ്റി. റിബേക്ക ചുമരിൽ ചാരി നിന്ന് ചുമച്ചു. എന്താ നിനക്ക് ദാവി? ജോനഥാൻ അവിടേക്ക് ഓടി വന്നു. റിബേക്ക! അവൻ റിബേക്കയുടെ അടുത്തേക്ക് ചെന്നു. എന്താ പറ്റിയത്? ദാവി കഴുത്തിൽ പിടിച്ചു. അവൾ മെല്ലെ പറഞ്ഞു. നിനക്കത് വേണം. ദാവീദിന് ആക്സിഡന്റായി ന്യൂസിൽ കണ്ട് കരഞ്ഞ് വാശി പിടിച്ച് വന്ന നിനക്കത് വേണം. കളിക്കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് കിട്ടിയല്ലോ. ജോനഥാൻ റിബേക്കയോട് ദേഷ്യപ്പെട്ടു. നിന്റെ ഭാര്യയെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ജോനഥാൻ ദാവീദിനെ നോക്കി പറഞ്ഞു. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാതെ കുറ്റം മറ്റുള്ളവരുടെ മേലേക്ക് ഇടുകയല്ല വേണ്ടത്. യഹൂദ വംശത്തിന്റെ രാജാവിന് സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അയാളാണ് ഇനി വംശത്തിനെ മുഴുവൻ സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നത്. വാ റിബേക്ക. ജോനഥാൻ അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോയി. ദാവീദ് ദേഷ്യത്തോടെ ചുമരിലേക്ക് കൈ ചുരുട്ടിയിടിച്ചു. ദാവി, എന്താടാ നിനക്ക്? അപ്പ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്റെ തലയ്ക്കകത്ത് വണ്ട് മൂളുന്ന പോലെ തോന്നുന്നു എനിക്ക്. ദാവീദ് ദേഷ്യത്തോടെ പറഞ്ഞു. കാണുന്നില്ലേ അവളെ? ജോനഥാനോട് അയാൾ ചോദിച്ചു. ഇല്ല, അവളെ കാണാൻ സമയമായിട്ടില്ല ക്രിസ്റ്റി. അവൾ രക്ഷപ്പെടാൻ കുറെ ശ്രമിച്ചു കാണുമല്ലേ? ദാവീദ് വരും, അവളെ കൊണ്ടുപോകുമെന്ന വിശ്വാസത്തിൽ അടങ്ങിയിരിക്കുകയാണ് പാവം. അത് കേട്ടപ്പോൾ ജോനഥാൻ ചിരിച്ചു. ദാവീദ് എന്നല്ല, ദൈവങ്ങൾ പോലും വരില്ല ഇങ്ങോട്ട്. അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൾ തന്നെ വിചാരിക്കണം. ആര്? മിറിയമോ? ക്രിസ്റ്റി ചോദിച്ചു. അല്ല, എസ്തേർ. ജോനഥാൻ അവനെ നോക്കി. എസ്തേറിനോളം സാത്താനെ അടുത്തറിഞ്ഞ ആരുമില്ല. അതാണ് നമ്മുടെ ദൈവം അവൾക്ക് വേണ്ടി ദാഹിക്കുന്നത്. മേലേക്ക്, ഹോസ്പിറ്റലിന് പുറത്ത് ഇപ്പോഴും ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. എമി വന്ന് പറഞ്ഞു. മെഡിക്കൽ ബുള്ളറ്റിനൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അവർ മേലേക്കിനെ കാണണമെന്ന് ബഹളമുണ്ടാക്കുന്നു. അത് കേട്ടപ്പോൾ ദാവീദ് നഥാനെ നോക്കി. താങ്കൾ തന്നെ എന്തെങ്കിലും വഴി കാണൂ. ദാവീദ് എഴുന്നേറ്റ് പുറത്തേക്ക് മെല്ലെ നടന്നു. ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്നവരിൽ നിന്ന് സെക്യൂരിറ്റിക്കാർ അവനെ ബാൽക്കണിയിലേക്ക് വഴിയൊരുക്കി. ദാവീദ് ബാൽക്കണിക്ക് മുന്നിലെത്തിയപ്പോൾ സെക്യൂരിറ്റിക്കാരിൽ ഒരാൾ ഡോർ അവനായി തുറന്നുകൊടുത്തു. ദാവീദ് ബാൽക്കണിയിൽ വന്ന് നിന്നപ്പോൾ എല്ലാവരും അവനെ നോക്കി തലകുനിച്ച് ബഹുമാനമർപ്പിച്ചു. എല്ലാവരും തിരിച്ചു പോകേണ്ടതാണ്. എന്റെ ആരോഗ്യം നന്നായിരിക്കുന്നു. ഞാൻ ഉടനെ ഹോസ്പിറ്റൽ വിടുന്നതാണ്. ദാവീദ് പറഞ്ഞത് കേട്ടപ്പോൾ താഴെ തടിച്ചു കൂടിയവർ ഓരോരുത്തരായി അവിടെ നിന്ന് തിരിച്ചുപോയി തുടങ്ങി. ദാവീദ് തിരികെ തന്റെ മുറിയിലേക്ക് തന്നെ വന്നു. അബാ, എനിക്ക് ഏത്തനിലേക്ക് പോകണം. എമി, നിന്റെ സീനിയർ ഡോക്ടറോട് പറയൂ. അബാ, ഉടനെ പോലീസ് മേധാവിയുമായി എനിക്കൊരു മീറ്റിംഗ് വെക്കണം. ദാവീദ് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. നീ എങ്ങോട്ടാ ദാവി? അക്കു പിന്നാലെ ചെന്നു. അങ്കിൾ, എനിക്കെന്റെ മുറിയത്തെ കണ്ടെത്തണം. അതിന് ഞാൻ തന്നെ പോകണം. ദാവീദ് ലിഫ്റ്റിൽ കയറി. പഗ്, നീ എവിടെയാ? ദാവീദ് ലിഫ്റ്റിനകത്ത് വെച്ച് ഉറക്കെ അലറി. ഡോർ തുറന്നപ്പോൾ അവൻ പുറത്തിറങ്ങി പാർക്കിങ്ങിൽ ചെന്ന് ഡ്രൈവറുടെ അടുത്ത് നിന്ന് കീ വാങ്ങി അവൻ കാറിൽ കയറി. നഥാൻ ബാൽക്കണിയിൽ നിന്ന് നോക്കി നിൽക്കെ ദാവീദിന്റെ കാറ് പോകുന്നത് കണ്ടു. എവിടേക്കെന്നറിയാതെ ദാവീദ് ഡ്രൈവ് ചെയ്തു. ആളൊഴിഞ്ഞെടുത്ത് കാർ നിർത്തി അവൻ കാറിൽ നിന്നിറങ്ങി ദൂരേക്ക് നോക്കി. പഗ്, നീ എവിടെ? നീ ഇല്ലാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു പഗ്.
ദാവീദ് നിലത്ത് മുട്ടുകുത്തിയിരുന്നു. നീ എവിടെ? ദാവി. മറിയം കട്ടിലിൽ ചാരിയിരുന്നു. നീ എവിടെ ദാവി? നിനക്കെന്തു പറ്റി? എന്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നു ദാവി. ഇനിയുള്ള ജീവിതം ഞാനും നമ്മുടെ കുഞ്ഞും ഈ ഇരുട്ടുമുറിയിൽ സാത്താന്റെ അടിമയായി തീർക്കേണ്ടി വരുമോ? ഈ ബന്ധനം ഇല്ലാതെയാക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ സാത്താനെ ആരാധിക്കേണ്ടി വരും ദാവി. വേഗം വാ ദാവി. മറിയം കണ്ണുകൾ അടച്ചു. അല്ലെങ്കിൽ എനിക്ക്... പെട്ടെന്നാണ് വാതിൽ തുറക്കപ്പെട്ടത്. അവൾ കണ്ണുകൾ തുറന്നു നോക്കി. മുറിയിലെ ബൾബ് മിന്നി. കുറച്ചുപേര് വന്ന് ചുമരിനോട് ചേർന്ന് സാത്താന്റെ രൂപവും വേദഗ്രന്ഥവും മാലയും വെച്ചു. ക്രിസ്റ്റി അവളെ നോക്കി ചിരിച്ചു. സാറാ, ദാവീദിന് ഈ ഇടം കണ്ടെത്താനാകില്ല. അതുകൊണ്ട് തന്നെ സാറാന് രക്ഷപ്പെടണമെങ്കിൽ ഇതേ ഒരു വഴിയുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞിവിടെ ജനിക്കും. ജനിച്ചു കഴിഞ്ഞാൽ കാണാൻ പോലും കിട്ടില്ല. ഞങ്ങൾക്കിടയിൽ വിശുദ്ധ ഏതന്റെ കുഞ്ഞ് സാത്താന്റെ സന്തതിയായി മറ്റൊരു എസ്തേറായി ജീവിക്കും. അതിന് നിൽക്കണോ? ഈ വയറ്റിലുള്ളത് മറ്റൊരു വിശുദ്ധനാണെങ്കിൽ ആ കുഞ്ഞ് സാത്താനെ ആരാധിക്കുക. അതിലും വലുതൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല. ക്രിസ്റ്റിയുടെ മുഖത്തെ പകയുടെ ആവേശത്തിന്റെ ചിരി മറിയം മനസ്സിലാക്കി. ദാവീദിന് കണ്ടെത്താൻ കഴിയാത്ത ഒരു തരി മണ്ണ് പോലും ഈ ഇസ്രായേലിലില്ല. ഈ മണ്ണ് മുഴുവൻ അവന്റേതാണ്. നിന്റെയൊക്കെ മണ്ണാണെന്ന് പറഞ്ഞിരുന്ന ഇരുണ്ട ഭൂമിയടക്കം ദാവീദ് വരും. ക്രിസ്റ്റി, നിന്റെ ദൈവം അവന്റെ അബ്ബയുടെ മുന്നിൽ നിലവിളിച്ചോടിയതാണ്. ആ അബ്ബയുടെ മകനാണ് ദാവീദ് നഥാനേതൻ. എനിക്കെന്റെ ദാവിയെ വിശ്വാസമാണ്. ദാവീദ് വരും. അവൻ വരുന്ന അന്ന് നിന്റെ അവസാനവുമായിരിക്കും. നിന്നെ എനിക്കില്ലാതെയാക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ നീ വരില്ല വരില്ല എന്ന് പറയുന്ന ദാവീദ് തന്നെ നിന്നെ കൊല്ലണം. അപ്പോൾ നീ അറിയും ഒരിടവും അവന്റെ കണ്ണിന് മുന്നിൽ നിന്ന് മറയ്ക്കാനാകില്ലെന്ന്. മറിയം അവനെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ദാവീദ് ഏതൻ ഹൗസിൽ എത്തുമ്പോൾ നഥാനോട് ആവശ്യപ്പെട്ടതുപോലെ പോലീസ് മേധാവികളെല്ലാം ഏതൻ ഹൗസിൽ എത്തിയിരുന്നു. ദാവീദിനെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു. ഇരിക്കൂ. ദാവീദ് വന്ന് അവർക്ക് മുന്നിലിരുന്നു. എന്തായി അന്വേഷണം? ഇതുവരെ അന്വേഷിച്ചിട്ട് എന്ത് കണ്ടെത്തി നിങ്ങൾ? എന്റെ മറിയം എവിടെ? ഇനി എവിടെയാ നിങ്ങൾ അന്വേഷിക്കാൻ ബാക്കിയുള്ളത്? മേലേക്ക്, മെൽക്കിഷോ പോലുള്ള സ്ഥലങ്ങളിൽ മാത്രം ജനങ്ങളുടെ എതിർപ്പ് കാരണം ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനാകുന്നില്ല. ഓക്കെ, നാളെ കാലത്ത് തന്നെ നമ്മൾ അവിടെ പോകുന്നു. നിങ്ങളെയല്ലേ അവർ തടയൂ? എന്നെ തടയില്ലല്ലോ. ഓരോ വീടിനകവും പരിശോധിക്കണം. ദിവസങ്ങളില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്നാകണം കാര്യങ്ങൾ. ശരി മേലേക്ക്, നിങ്ങൾക്ക് പോകാം. അത് കേട്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി. ദാവീദ് സീറ്റിലേക്ക് ചാരിയിരുന്നു. ദാവി. കാതറിൻ അവന്റെ തോളിൽ കൈവച്ചു. ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ മമ്മ. റൂമിലേക്ക് പോകട്ടെ. അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. വാതിൽ തുറന്ന് റൂമിലെത്തിയപ്പോൾ തന്റെ മുറിക്ക് മറിയത്തിന്റെ ഗന്ധമാണെന്ന് അവന് തോന്നി. ദാവീദ് ചെന്ന് ബെഡിൽ കിടന്നു. ദാവി. ബെഡിൽ മുട്ടുകുത്തി നിന്ന് ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്ന ദാവീദിനെ മറിയം വിളിച്ചു. അവൻ വിളി കേട്ടു. ദാവി. അവൾ ഒന്നുകൂടെ വിളിച്ചു. പറയ് പാക്ക്. ഞാൻ ഈ ലാപ്ടോപ്പ് വലിച്ചെറിയുവേ. എനിക്ക് ദേഷ്യം വന്ന. ദേഷ്യത്തിലാണല്ലോ. ദാവീദ് ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് മാറ്റിവെച്ച് അവളെ നോക്കി. എന്താ പാക്ക്? ദാവി, എനിക്ക് വിശക്കുന്നുണ്ട്. ഇപ്പോഴോ? ടൈം നോക്ക്. രാത്രി 12 മണി. കഴിച്ചതൊക്കെ ഇവൾ എന്നെ കൊണ്ട് വോമിറ്റ് ചെയ്യിപ്പിച്ചില്ലേ? എനിക്കിപ്പോൾ വിശക്കുന്നുണ്ട്. എനിക്ക് ഓംലെറ്റ് വേണം. ചീസ് സാൻഡ്വിച്ച് വേണം. ഓക്കെ, ഞാൻ കിച്ചണിലേക്ക് വിളിക്കട്ടെ. നോ. അവൾ ഫോൺ എടുക്കാൻ പോയ ദാവീദിന്റെ കൈ പിടിച്ചു. പിന്നെ എനിക്ക് നീ ഉണ്ടാക്കി തരണം. എനിക്കല്ല കേട്ടോ, ഇവള് പറയുന്നതാ. അല്ലേ ബേബി? മറിയം വയറിന്മേലേക്ക് നോക്കി ചിരിച്ചു. ആണോ? ബേബിയുടെ മമ്മയ്ക്കാണോ ബേബിക്കാണോ വിശപ്പ്? ദാവീദ് മറിയത്തിന്റെ വയറിനോട് ചെവി ചേർത്ത് വെച്ചു. ശരി ശരി, മോളും അമ്മയും ഒറ്റക്കെട്ടാണല്ലോ. അവൻ മറിയത്തെ നോക്കി. ആരും അറിയണ്ട നീ എന്നെ അടുക്കള കയറ്റിയത്. വാ. ദാവീദ് അവളുടെ കൈ പിടിച്ച് ബെഡിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടന്നു. ദാവീദ് കിച്ചണിന്റെ ഡോറ് തുറന്നു. ഇവിടെ ഇരിക്കെ. അവൻ മറിയത്തെ ചെയറിലിരുത്തി. വേഗം ദാവി, മറിയം പറഞ്ഞു. ഇപ്പോ സെറ്റാകും പഗ്. അവനൊരു കുഞ്ഞു പ്ലേറ്റിൽ സോസ് കൂടി ഒഴിച്ചു. അവൾക്ക് മുന്നിൽ വെച്ചു. ചൂടുണ്ട്, മെല്ലെ. മറിയം കഴിക്കുന്നത് നോക്കി ദാവീദിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറിയം ദാവീദിനെ നോക്കി. എന്താ പഗ്, വോമിറ്റ് ചെയ്യണോ? അവൾ വേണ്ടെന്ന് തലയാട്ടി. പിന്നെ? മതി ദാവി. പറ്റില്ല, കുറച്ചുകൂടിയുള്ളൂ. മുഴുവൻ കഴിക്കേ.
ദാവീദ് അതെടുത്ത് അവൾക്ക് നേരെ നീട്ടി. മിറിയം അത് മുഴുവൻ കഴിച്ചവനെ നോക്കി. അവർ റൂമിലേക്ക് ചെന്നപ്പോൾ മിറിയം ചെന്ന് ബെഡിലിരുന്ന് ദാവീദിനെ നോക്കി. ഹൗ, എന്റെ വയർ നിറഞ്ഞു ദാവി. ഒരു സാൻഡ്വിച്ച് കഴിച്ചപ്പോഴോ? ദാവീദ് ബെഡിൽ കിടന്നു. സാൻഡ്വിച്ച് കാൽഭാഗം, ബാക്കിയെല്ലാം എന്റെ ദാവിയുടെ സ്നേഹം. മിറിയം അവന്റെ തോളിൽ തലവെച്ച് കിടന്നു. മിറിയം! ദാവീദ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി. ക്രിസ്റ്റി ഒരു ട്രേയും കൊണ്ട് മിറിയത്തിന്റെ അടുത്തേക്ക് വന്നു. സാറാ, താങ്കൾക്കുള്ള ഭക്ഷണം. പ്രഗ്നന്റ് അല്ലേ? പട്ടിണി കിടക്കാൻ കഴിയില്ലല്ലോ. മാത്രമല്ല യഹൂദവംശത്തിന്റെ രാജ്ഞിയും. ഒന്നിനും ഒരു കുറവ് വരുത്താൻ പാടില്ലല്ലോ. അതിനാൽ ഇസ്രായേലിലെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറന്റിൽ നിന്ന് വരുത്തിച്ച ഭക്ഷണമാണ്. ഇതുവരെ തന്നതൊന്നും സാറ കഴിച്ചില്ല. പ്രഗ്നന്റ് ആണ് സാറ. കുഞ്ഞിനെ ഓർക്കണ്ടേ? ക്രിസ്റ്റി അവൾക്ക് മുന്നിൽ ഭക്ഷണം വെച്ചു. ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് കരുതിയിട്ടാണോ സാറ ഒന്നും കഴിക്കാത്തത്? നിങ്ങൾ ഇതിൽ വിഷം ചേർക്കില്ല എന്നെനിക്കറിയാം. കാരണം നിങ്ങൾക്ക് എന്റെ ശവമല്ല വേണ്ടത്. ഞാൻ സാത്താനെ ആരാധിക്കണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ കൊല്ലില്ല എന്നെനിക്കറിയാം. അവൾ ട്രേ അവളുടെ അടുത്തേക്ക് നീക്കിവെച്ചു. ക്രിസ്റ്റി ഒന്നും പറയാതെ അവിടെ നിന്ന് പോയപ്പോൾ മിറിയം ദൂരേക്ക് നോക്കി നിന്നു. കഴിക്കാതിരിക്കാനാകില്ലല്ലോ എന്റെ കുഞ്ഞ്. യാഹേ, എന്നോട് പൊറുക്കണമേ. മിറിയം ആഹാരം കഴിക്കുവാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മിറിയം ബെഡിൽ കിടന്നു. ദാവി, നീ എന്നെ ആലോചിച്ച് ടെൻഷനായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ എവിടെന്ന് എനിക്ക് പോലും അറിയില്ല ദാവി. മിറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് നിന്നെ കാണണം. നിനക്കെന്താ പറ്റിയതെന്നറിയാതെ ആ സാത്താന്റെ സന്തതിക്ക് മുന്നിൽ കണ്ണു നിറച്ച് തോറ്റുകൊടുക്കാൻ എനിക്കാവില്ല. നിനക്കെന്താ പറ്റിയത് ദാവി? ഞാൻ എങ്ങനെ നിന്നെ കാണും? എനിക്കിവിടുന്ന് ഈ ബന്ധനം പൊട്ടിച്ചെറിയാം. പക്ഷെ അതിന് ഞാൻ സാത്താനെ ആരാധിക്കണം. അങ്ങനെ ചെയ്താൽ നിന്നെ എനിക്ക് നഷ്ടപ്പെടും ദാവി. കുഞ്ഞിനെ നിനക്ക് പ്രസവിച്ചു തന്ന് ഞാൻ പോകേണ്ടി വരും. ഇനി എനിക്ക് ആ എസ്തേർ ആകാൻ വയ്യ. നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ ദാവി. മിറിയം ഉറക്കെ കരഞ്ഞു. നിന്നെ ഞാൻ എവിടെ ചെന്നാ പഗ് അന്വേഷിക്കുക? ഞാൻ കാരണം തന്നെയാ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ നിനക്ക് നല്ലൊരു പാർട്ട്ണറല്ല. നിന്നെ രക്ഷിക്കാൻ എനിക്കായില്ല. ഞാൻ നല്ലൊരു രാജാവുമല്ല, ഭർത്താവുമല്ല, അബ്ബയുമല്ല. പക്ഷെ ഇത്രയും കാത്തിരുന്നത് നഷ്ടപ്പെടുത്താനല്ലല്ലോ പഗ്. അതുകൊണ്ട് നിന്നെ കിട്ടുന്നതുവരെ ദാവീദ് വിശുദ്ധ ഏത്തൻ എന്ന പദവി ഊരിവെക്കുകയാണ്. ദാവീദ് റൂമിന്റെ വാതിൽ തുറന്ന് കോണിപ്പടികൾ ഓടിയിറങ്ങി. ദാവീദ് പോകുന്നത് കണ്ട് ഹാളിൽ ഇരിക്കുന്നവരെല്ലാം എഴുന്നേറ്റു. ദാവീദ് ആരെയും നോക്കാതെ പുറത്തിറങ്ങി കാറിൽ കയറി. ആര്യ, വന്നേ. ആരോൺ പുറത്തേക്ക് പോയി. കൂടെ ആര്യനും. ദാവീദിന്റെ കാറിന് പിന്നാലെ ആരോണിന്റെ കാറും ഏത്തൻ ഹൗസ് വിട്ടു. ഇവൻ ഇതെങ്ങോട്ടാ പറക്കുന്നത്? ആരോൺ ദാവീദിന്റെ കാറ് പോകുന്നത് കണ്ടു പറഞ്ഞു. എന്തെങ്കിലും അറിയാതെ അവനിങ്ങനെ പോകില്ല. ഇനിയിപ്പോ പോലീസ് അറിയിച്ചതാണെങ്കിൽ നിന്റെ നമ്പറല്ലേ കൊടുത്തത്? ആര്യൻ ആരോണിനെ നോക്കി. ആര്യ! മുന്നോട്ട് നോക്കി ആരോൺ ഉറക്കെ വിളിച്ചപ്പോൾ ആര്യൻ മുന്നിലേക്ക് നോക്കി. നേരെ വരുന്ന ട്രക്കിനെ വെട്ടിച്ച് ദാവീദിന്റെ കാറ് തിരിഞ്ഞു നിന്നു. ഇവനിതെന്താ ചാവാൻ ഇറങ്ങിയതാണോ? ആര്യൻ ചോദിച്ചു. ദാവീദ് കാറ് റിവേഴ്സ് എടുത്തതും കാർ ചെന്ന് റോഡിന് സൈഡിലെ മരത്തിലിടിച്ചു. ദാവീദ് ദേഷ്യത്തിൽ കാറ് മുന്നോട്ടെടുത്ത് തിരിച്ചു. ഇവനിതെന്താ കാണിക്കുന്നത്? ആരോൺ കാറിന്റെ സ്പീഡ് കൂട്ടി. ആരോൺ, അവനെ ഓവർടേക്ക് ചെയ്യടാ, ഇല്ലെങ്കിൽ അവൻ ഏതേലും വണ്ടിക്ക് അട വയ്ക്കൂ ഇന്ന്. ആര്യൻ പറഞ്ഞു. എടാ, സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അവനത് കാര്യമല്ല. അങ്ങനല്ല നമുക്ക്. ദാവീദിന്റെ കാർ വളവ് തിരിഞ്ഞു. ഇവൻ മൽക്കിഷ്വായിലേക്കാണല്ലോ പോകുന്നത്. ആര്യൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ജോനഥാനെ ഇന്നത്തോടെ ദാവീദ് തീർക്കുമെന്നാണ്. മെൽക്കിഷ്വായിൽ കാർ നിർത്തി ദാവീദ് ഇറങ്ങിയതും ഉറക്കമായിരുന്ന മിറിയം കണ്ണു തുറന്നു. ദാവി! അവൾ എഴുന്നേറ്റ് ചുറ്റും നോക്കി. ദാവി! ദാവി! അവൾ ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് ദാവീദ് ചുറ്റും നോക്കി. ആര്യനും ആരോണും കാറിൽ നിന്നിറങ്ങി അവന്റെ അടുത്ത് ചെന്നു. മിറിയം ഇവിടെ എവിടോ ഉണ്ട്, ദാവീദ് പറഞ്ഞു. അവളിവിടെ ഉണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഭൂപടത്തിൽ ഇനി മെൽക്കിഷ്വ എന്നൊരു സ്ഥലം ഉണ്ടാകില്ല. ദാവീദ് മുന്നോട്ട് നടന്നു. യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ ദാവീദ് വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അവർ പരസ്പരം നോക്കി. മിൽക്കിഷ്വായ്ക്ക് മുന്നിൽ പോലീസ് വാഹനങ്ങൾ വന്നു നിന്നതിൽ നിന്ന് പോലീസുകാർ ഇറങ്ങി. ദാവീദ് മുഖം ചരിച്ചവരെ നോക്കി. ഇവിടുത്തെ ഒരു തരി മണ്ണ് പോലും വിടാതെ പരിശോധിക്കണം. യെസ് മൈ ലേക്ക്, പോലീസ് മേധാവി പറഞ്ഞു. അവർ ഒരു ബറ്റാലിയൻ തന്നെ അകത്തേക്ക് കയറി. പുറത്തെ ലഹള കേട്ട് ജോനഥാനും റിബേക്കയും പുറത്തിറങ്ങി. ഒരാൾ വീട്ടിൽ നിന്ന് ഒരു ചെയർ കൊണ്ടുവന്ന് ദാവീദിന് മുന്നിൽ വെച്ചപ്പോൾ അവൻ അതിലിരുന്നു. എന്റെ ഭാര്യ, യഹൂദ വംശത്തിന്റെ രാജ്ഞി,
മിറിയത്തിനെ ഈ മെൽക്കിഷ്വായിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം. അതല്ല ഞാനായിട്ട് കണ്ടെത്തുകയാണെങ്കിൽ ദാവീദിന്റെ പേര് എഴുതി ചേർക്കുക നീതിമാനായ രാജാവെന്നാകില്ല, യഹൂദ വംശത്തിലെ ഏറ്റവും ക്രൂരനായ രാജാവെന്നാകും. ഒരൊറ്റ ഒന്നിനെയും വിടാതെ ഇതിനകത്ത് കത്തിക്കും ഞാൻ. ദാവീദ് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. മെൽക്കിഷ്വായിലെ മരങ്ങളുടെ ചില്ലകളിലെല്ലാം കാറ്റുപിടിച്ചു തുടങ്ങിയിരുന്നു. രാത്രി ഇരുണ്ട മേഘങ്ങൾ നിറഞ്ഞ ആകാശത്തിന് താഴെ മെൽക്കിഷ്വായിലെ ജനങ്ങളുടെ കണ്ണിൽ ഭീതി നിറഞ്ഞു. ഏതനിലെ ഒരാളെയും അവർ ഇത്ര ദേഷ്യത്തിൽ കണ്ടിരുന്നില്ല. ദാവീദ് എല്ലാവരെയും നോക്കി. ഈ ഒരു രാത്രി നിങ്ങളുടെ എല്ലാം ജീവിതത്തിന്റെ മരണത്തിന്റെ അതിർത്തിയാണ്. എനിക്ക് എന്തിനേക്കാളും വലുതാണ് എന്റെ മിറിയം. അവൾ എനിക്ക് മുന്നിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങളിൽ ആര് നിരപരാധികൾ അപരാധികൾ എന്നൊന്നും ഞാൻ നോക്കില്ല. ഈ ഒരു രാത്രിയോടെ മെൽക്കിഷ്വാ ഒരു പിടി ചാരമാകും. ദാവീദിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പോകുവാണല്ലോ ജോ, റിബേക്ക മെല്ലെ അവനോട് പറഞ്ഞു. നിനക്കെന്താ? അവൻ വെറുതെ ഭയപ്പെടുത്തുകയാണ്, അവനൊന്നും ചെയ്യില്ല. മിറിയം പ്രതീക്ഷയോടെ ദാവീദിന്റെ വരവും കാത്തിരുന്നു. സെർച്ച് ചെയ്യാൻ പോയ പോലീസുകാരെല്ലാം തിരികെ വന്ന് അവന് മുന്നിൽ നിന്നു. മേലേക്ക്, ഇവിടെ ഒന്നും സാറയില്ല, പോലീസ് മേധാവി പറഞ്ഞു. ദാവീദ് കൈകൊണ്ട് മുടിയൊതുക്കി എഴുന്നേറ്റ് നിന്നു. ആരോൺ, മെൽക്കിഷ്വായ്ക്ക് പുറത്തേക്കുള്ള എല്ലാ വഴികളും അടച്ചേക്ക്. ഒരാളും ഇവിടെ നിന്നും പുറത്തേക്ക് പോകരുത്. യെസ്. ആരോണും ആര്യനും കുറച്ച് പോലീസുകാരെ കൂട്ടി അവിടെ നിന്ന് പോയി. ദാവീദ്, സേറ ഇവിടെ ഇല്ലെന്ന് പോലീസ് തന്നെ പറഞ്ഞില്ലേ? ജോനഥാൻ മുന്നോട്ട് വന്നു പറഞ്ഞു. പിന്നെന്തിനാ നീ നിന്റെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്? ഭയപ്പെടുന്നത് എന്തിനാണ് ജോനഥാൻ? ഇവിടെ നീ അടക്കം പലരുടെയും കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട് നീ പറഞ്ഞ ഭയം. ആ ഭയം പിന്നെയും പിന്നെയും തെളിയിക്കുന്നു എന്റെ മിറിയം ഈ മണ്ണിലുണ്ടെന്ന്. അതുകൊണ്ട് അവളെ കിട്ടാതെ ഞാൻ പോകില്ല. മേലേക്ക്, ഞങ്ങൾക്കറിയില്ല, ഒരാൾ പറഞ്ഞു. സാറാനെ ഞങ്ങൾ എന്തിനാ തട്ടിക്കൊണ്ടുവരുന്നത്? അവർ ഞങ്ങളുടെ സാറയാണ് മേലേക്ക്, ഞങ്ങൾ അങ്ങയോളം ബഹുമാനിക്കുന്നവർ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടത് മിറിയത്തെയാണ്, നിങ്ങളുടെ വാക്കുകളല്ല. മിറിയം ഇവിടെ ഉണ്ടെങ്കിൽ നീ തന്നെ കണ്ടെത്ത്, അല്ലാതെ ഞങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കുകയല്ല വേണ്ടത്. റിബേക്ക ദേഷ്യത്തോടെ അവനെ നോക്കി. ഞാൻ ഇവിടെ തിരഞ്ഞ് എനിക്ക് മിറിയത്തെ കിട്ടിയാൽ ദാവീദിന്റെ സ്വഭാവം മാറും. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ പറയേ, മിറിയം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പറയേണ്ടത് നിങ്ങളാണ്. അല്ലെങ്കിൽ ഈ മെൽക്കിഷ്വാ നിന്ന് കത്തും. നാളെ ഈ ഗ്രാമം വെറും ചാരമാകും. ഞാൻ വെറുതെ പറയുകയല്ല. ദാവി, ആരോണും ആര്യനും അവിടേക്ക് വന്നു. എല്ലാ വഴികളും ക്ലോസ് ചെയ്തു. ഗുഡ്. അപ്പോ പറയൂ, എവിടെ എന്റെ മിറിയം? ആരുമൊന്നും മിണ്ടിയില്ല. ദാവീദ് വന്നു അല്ലേ? റൂമിലേക്ക് വന്ന ക്രിസ്റ്റിയോട് മിറിയം ചോദിച്ചു. വന്നു സേറാ, നിങ്ങൾ അങ്ങനെയല്ലേ, ഒരാൾ കാന്തവും മറ്റേയാൾ അതിനെ ആകർഷിക്കുന്ന ഇരുമ്പും. പക്ഷെ ഇത്തവണ തെറ്റിപ്പോയി. ഇവിടെ തിരിഞ്ഞ് സാറാനെ കാണാതെ ദാവീദ് നഥാനേതൻ തിരികെ പോയി. ശരിയാ, ദാവീദ് തിരികെ പോകും. പക്ഷേ കൂടെ ഞാനും കാണും, എങ്കിൽ മാത്രം. ഇല്ല സാറാ, ദാവീദ് തിരികെ പോയി. അങ്ങനെ നീ ആശ്വസിക്കേ. മിറിയം അവനെ നോക്കി ചിരിച്ചു. ക്രിസ്റ്റി ഒന്നും പറയാതെ തിരികെ പോയി. മിറിയം തന്റെ മുന്നിലെ സാത്താന്റെ രൂപത്തെ നോക്കി നിന്നു. എല്ലാവരും നോക്കി നിൽക്കെ മെൽക്കിഷ്വായുടെ പ്രധാന കവാടത്തിന് മുൻപിൽ 4-5 പെട്രോൾ ടാങ്കർ വന്നു നിന്നു. ദാവീദ് എല്ലാവരെയും നോക്കി ചിരിച്ചു. റിബേക്ക ഭയത്തോടെ ജോനഥാന്റെ കൈപിടിച്ചു. ജോ, ദാവീദ് രണ്ടും കൽപ്പിച്ചാണ്. പക്ഷെ നമ്മളാണിതിന് പിന്നിലെന്ന് അവൻ അറിയാൻ പാടില്ല. എന്തു ചെയ്യും? റിബേക്ക അവനെ നോക്കി. ഒന്നും ചെയ്യണ്ട, മിണ്ടാതെ നിൽക്ക്. ഈ ഗ്രാമം കത്തിയെരിയാൻ ഇത് മതി. ആരോൺ. ഓക്കെ ദാവീദ്. വേണ്ട വേണ്ട, ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങി. വേണ്ട മേലേക്ക്, ഞങ്ങളെ ഒന്നും ചെയ്യില്ലേ. മിറിയം സാത്താന്റെ രൂപത്തിന് നേരെ ചെന്ന് ആ രൂപത്തിലേക്ക് നോക്കി. നിനക്ക് മുന്നിൽ എനിക്ക് വേണ്ടി നിൽക്കുന്നത് എന്റെ ദാവീദാണ്. നിന്റെ തോൽവി അത് സംഭവിക്കുവാൻ പോകുന്നു. മിറിയം കൈകൊണ്ട് ആ രൂപത്തെ നിലത്തേക്ക് തട്ടിയിട്ടു. കത്തിയെരിയുന്ന മെഴുകുതിരി കൊണ്ട് അവൾ സാത്താന്റെ വേദഗ്രന്ഥം കത്തിച്ച് നിലത്തേക്കിട്ടു. എസ്തേർ! വിളികേട്ട് മിറിയം തിരിഞ്ഞു നോക്കി. അവൾക്ക് മുന്നിൽ കറുത്ത പുക തിങ്ങി നിന്നതിൽ ഒരു രൂപം തെളിഞ്ഞു. എസ്തേർ! ആ രൂപം മിറിയത്തിന്റെ കഴുത്ത് നോക്കി കൈവീശിയതും മിറിയത്തിന്റെ കഴുത്തിൽ മുറിവുകളുണ്ടായി. ആരോൺ, ഇനി കാത്തു നിൽക്കണ്ട. ദാവീദിന്റെ മുഖം മാറിയപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. മേലേക്ക്! ഒരു പെൺകുട്ടി മുന്നിലേക്ക് വന്നു. ദാവീദ് അവളെ നോക്കി. മേലേക്ക്! അവൾ ദാവീദിന് നേരെ കൈനീട്ടിയപ്പോൾ
ദാവീദ് അവളുടെ കൈ പിടിച്ചു. മേലേക്ക്, സാറാണോ എന്നറിയില്ല. ഞാനൊരു പ്രാർത്ഥന കേട്ടു പൂക്കൾ പറിക്കാൻ പോയപ്പോൾ. എവിടെ? അവൾ ദൂരേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. അവിടെ, സിനഗോഗിൽ. സിനഗോഗ്? ദാവീദ് നോക്കി. അവൾ ദാവീദിന്റെ കൈ പിടിച്ച് വലിച്ചപ്പോൾ ദാവീദ് അവൾക്കൊപ്പം നടന്നു. ജോനഥാൻ റിബേക്കയെ നോക്കി. ക്രിസ്റ്റിയെ വിളിക്കാനായി ജോനഥാൻ ഫോൺ എടുത്തപ്പോൾ റിബേക്ക അവനെ തടഞ്ഞു. വിളിക്കണ്ട, റിബേക്ക പറഞ്ഞു. എന്തേ? ക്രിസ്റ്റിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മാത്രവുമല്ല, മിറിയം അവനെ കണ്ടതുമാണ്. ദാവീദ് ചോദ്യോത്തരത്തിന് നിൽക്കാതെ ക്രിസ്റ്റിയെ തീർക്കും. ഇതിനു പിന്നിൽ നമ്മളാണെന്ന് അവൻ അറിയില്ല. റിബേക്ക പറഞ്ഞത് കേട്ടപ്പോൾ ജോനഥാൻ ചിരിച്ചു. എസ്തേർ, നീ എന്റെ അടിമയാണ്. നീ എന്നെയാണ് ആരാധിക്കേണ്ടത്. കഴിഞ്ഞ നിന്റെ ജന്മത്തിൽ നീ എന്നെ പ്രാർത്ഥിച്ചിരുന്നു, എന്നെ ആരാധിച്ചിരുന്നു, ബലികൾ നൽകിയിരുന്നു. ഇനിയും എനിക്കത് വേണം എസ്തേർ. ഇല്ല. ഇല്ലെങ്കിൽ നീ അനുഭവിക്കും എസ്തേർ. ആ രൂപം അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പുറത്തു നിന്ന് ലോക്കിട്ട ആ പഴയ സിനഗോഗ് ആ പെൺകുട്ടി അവന് കാണിച്ചു കൊടുത്തു. ദാവീദ് നോക്കിയപ്പോൾ അത് പുറത്തു നിന്ന് താക്കോലിട്ട് പൂട്ടിയിരിക്കുന്നു. ദാവീദ് കൈനീട്ടിയപ്പോൾ ആര്യൻ അവന്റെ കയ്യിൽ ഗണ്ണ് വെച്ചു കൊടുത്തു. ദാവീദ് ആ പൂട്ടിന് നേരെ നിറയൊഴിച്ചതും അകത്ത് കസേരയിൽ മേശമേൽ കാല് നീട്ടിയിരുന്ന ക്രിസ്റ്റി ശബ്ദം കേട്ടെഴുന്നേറ്റു. മറിയം വാതിൽക്കിലേക്ക് നോക്കി. അവൻ വന്നു സാത്താൻ, ദൈവപുത്രൻ. മറിയത്തിന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. നിന്നെ അവൻ കൊണ്ടുപോയാലും കുഞ്ഞിനെ ജീവനോടെ നിങ്ങൾക്ക് കിട്ടില്ല എസ്തേർ. ആ രൂപം അവളുടെ വയറിന് നേരെ കൈകൊണ്ടു പോയതും മിറിയം ആ രൂപത്തിന്റെ കൈ പിടിച്ചു. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് പഴയ എസ്തേർ ആകാൻ ഒരു മടിയുമില്ല. അവൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിന്റെ കൈ പിടിച്ച് തിരിച്ച് അതിനെ ചവിട്ടി വീഴ്ത്തി. രൂപം പിടിഞ്ഞ് അത് വെറും കറുത്ത പുകയായി അന്തരീക്ഷത്തിൽ നിന്നു. ദാവീദ് വാതിൽ തള്ളി തുറന്നപ്പോൾ ആ പഴയ സിനഗോഗിന്റെ അകം വിജനമായിരുന്നു. പഗ്! ദാവീദ് ഉറക്കെ വിളിച്ചു. ദാവീദ് ആ ഇരുണ്ട ഹാളിലൂടെ അകത്തേക്ക് നടന്നപ്പോൾ ക്രിസ്റ്റി ഒരു ചുമരിനപ്പുറം ഇരുമ്പ് വടിയുമായി മറഞ്ഞു നിന്നു. ദാവീദ് നടത്തം മെല്ലെയാക്കി ചെവിയോർത്തു. ചുമരിനടുത്തെത്തിയാൽ ഉടൻ ദാവീദിനെ ആക്രമിക്കാനെന്നോണം ക്രിസ്റ്റി നിന്നു. ദാവീദ് നടന്നു. ക്രിസ്റ്റി നിൽക്കുന്ന ചുമരിനടുത്തെത്തിയതും ക്രിസ്റ്റി ഇരുമ്പ് വടി ഉയർത്തി ദാവീദിന്റെ തല ലക്ഷ്യമാക്കി വീശിയതും ദാവീദ് അതിന്മേൽ പിടിച്ച് അവനെ നോക്കി. വിക്ടറിന്റെ മകൻ ക്രിസ്റ്റി, ദാവീദ് അവനെ നോക്കി പറഞ്ഞു. നിന്റെ പപ്പ ഇപ്പോഴും അതേപോലെ ജീവച്ഛവമായി ഉണ്ടോ അതോ? ദാവീദ് ആ ഇരുമ്പ് വടിയിൽ പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചവിട്ടിയതും ക്രിസ്റ്റി തെറിച്ചു വീണു. ദാവീദ് ചെന്ന് അവന്റെ കാലിൽ പിടിച്ച് ഹാളിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നു. മിറിയം ആ കറുത്ത പുക നോക്കി നിൽക്കവേ അവളുടെ വിരലിലെ മോതിരം ചൂടുപിടിച്ചു തുടങ്ങി. അവൾ തന്റെ വിരലിലേക്ക് നോക്കി. ഈ മോതിരം എന്തിനു ചൂടുപിടിക്കുന്നു? ഇത് ദാവിയുടെ രക്ഷാമോതിരമാണ്. ഇത് ഉപയോഗിക്കാൻ അവനും കാതറിൻ ആന്റിക്കും മാത്രമേ കഴിയൂ. ആ കറുത്ത രൂപം അവൾക്ക് നേരെ പാഞ്ഞു വന്നതും മിറിയം കൈകൾ കൊണ്ട് മുഖം മറച്ചു. മോതിരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന വെളിച്ചം ആ പുകയെ മൂടി. മിറിയം കണ്ണു തുറന്നു നോക്കുമ്പോൾ മോതിരത്തിൽ നിന്നും വെളിച്ചം പുറത്തേക്ക് പ്രവഹിക്കുന്നത് അവൾ കണ്ടു. സാത്താൻ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നു. ആ വെളിച്ചത്തെ തടഞ്ഞ് മിറിയത്തിന്റെ വയറിന് നേരെ നീണ്ട നഖങ്ങൾ നീട്ടിക്കൊണ്ടുവന്നു. മിറിയം കണ്ണുകൾ അടച്ചു. ആ മുറിയിലാകെ കാറ്റ് ആഞ്ഞു വീശി. മിറിയത്തിന്റെ മുടിയിഴകൾ പാറിപ്പറന്നു. ദാവീദ് നിലത്ത് കിടന്നിരുന്ന ഇരുമ്പ് വടിയെടുത്ത് ക്രിസ്റ്റിയുടെ തലയ്ക്ക് നേരെ വെച്ചടിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. പറയ് ക്രിസ്റ്റി, ആരാണ് നിന്നെ ഇതിന് നിയോഗിച്ചത്? പറയില്ല, അവൻ അലറി. ദാവീദ് വീണ്ടും അവന്റെ തലയിലേക്ക് ആ ഇരുമ്പ് വടിയെടുത്തടിച്ചു. പറയ് ക്രിസ്റ്റി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലില്ല. നിന്റെ പപ്പയെ പോലെ ജീവനുള്ള ഒരു ശവമായി നീയും ബാക്കി ജീവിതം കഴിച്ചുകൂട്ടും. അതുകൊണ്ട് പറയ് ക്രിസ്റ്റി. ഇല്ല! ദാവീദ് വീണ്ടും അതുകൊണ്ട് അവന്റെ തലക്കടിച്ചു. വേദന കൊണ്ട് ക്രിസ്റ്റിയുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. പറയ് ക്രിസ്റ്റി. ജോനഥാൻ! അവൻ വേദന കൊണ്ട് പറഞ്ഞു. മറിയം എവിടെ? ക്രിസ്റ്റി ചൂണ്ടിക്കാട്ടിയിടത്തേക്ക് അവൻ നടന്നു. സാത്താന്റെ രൂപം അവിടെ കണ്ടത് മറിയത്തെയായിരുന്നില്ല, എസ്തേറിനെയായിരുന്നു. മറിയത്തിന് തന്റെ വയറിനകത്തു നിന്ന് എന്തോ പുറത്തേക്ക് വരുവാൻ വെമ്പൽ കൊള്ളുന്നതായി അനുഭവപ്പെട്ടു. അവൾ കണ്ണു തുറന്ന് കൈകൾ ഉയർത്തി നീട്ടിയതും ആ മുറിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വെളിച്ചം പാമ്പ് കണക്കെ ഇഴഞ്ഞ് ആ രൂപത്തെ കെട്ടിമുറുക്കി. സാത്താൻ ബന്ധനത്തിലായതോടെ മുറിക്കു പുറത്ത് മറിയത്തിനുള്ള ബന്ധനമഴിഞ്ഞു. മറിയം വാതിൽക്കിലേക്ക് നോക്കിയപ്പോൾ ദാവീദ് നിൽക്കുന്നത് അവൾ കണ്ടു. ദാവീദ് വന്നവളെ കെട്ടിപ്പിടിച്ചു. പഗ്!
ദാവീദ് അവളുടെ മുഖമാകെ ചുംബിച്ചു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല ദാവി. നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും പറ്റിയിട്ടില്ല. അത് കേട്ടപ്പോൾ ദാവീദ് മിറിയം ബന്ധനത്തിലാക്കിയ സാത്താന്റെ രൂപം നോക്കി. ദാവി, മിറിയം വിളിച്ചു. എന്താ? മിറിയം വയറിന്മേൽ കൈവച്ചു. എന്താ പഗ്? കുഞ്ഞ്, എന്റെ വയറിപ്പോൾ പിളരും. ഏയ്, തോന്നതാ നിനക്ക്. ദാവീദ് അവളുടെ വയറിന്മേൽ കൈവച്ചപ്പോൾ മിറിയത്തിന് ആശ്വാസമായി. കുറഞ്ഞോ? അവൾ മൂളി. ദാവീദ് സാത്താനെ നോക്കി. എന്റെ മകൾ നിന്നെ ഇല്ലാതെയാക്കാനാണ് വെമ്പൽ കൊള്ളുന്നത്. ഭൂമിയിൽ പിറന്ന് വീഴുന്നതിന് മുന്നേ അവൾ നിന്നെ ബന്ധിച്ചു. ദാവീദ് മനസ്സിൽ പറഞ്ഞു. പോകാം മിറിയം. ദാവീദ് അവളെ കൂട്ടി അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. പുറത്ത് ആ പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. മിറിയത്തെ കണ്ടപ്പോൾ അവൾ തല താഴ്ത്തി അവളെ വന്ദിച്ചു. തന്റെ പേരെന്താണ്? ദാവീദ് അവളോട് ചോദിച്ചു. കാത്തി. ആ പെൺകുട്ടി മിറിയത്തെ നോക്കി പറഞ്ഞു. മിറിയം ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഒരിക്കലും തിന്മയുടെ വഴിക്ക് നടക്കരുത് കാത്തി, അവൾ പറഞ്ഞു. സേറ? ദാവീദിന്റെ ഒപ്പം വരുന്ന സേറയെ കണ്ടപ്പോൾ ആരോൺ വിളിച്ചു. റിബേക്കയും ജോനഥാനും പരസ്പരം നോക്കി. ആരോണും ആര്യനും അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സേറ? ആരോണും ആര്യനും അവളെ കെട്ടിപ്പിടിച്ചു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, ഐ എം ഓക്കെ. ദാവീദ് അവരുടെ അടുത്ത് നിന്ന് ജോനഥാന് നേരെ നടന്നു. റിബേക്ക ജോനഥാന്റെ കൈ പിടിച്ചു. നമ്മൾ ഒന്നുകൂടി കാണും ജോനഥാ, അധികം വൈകാതെ. ദാവീദ് അവനെ നോക്കി പറഞ്ഞു. പ്രാർത്ഥിക്ക്, ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നീ വിധവയാവാതിരിക്കാൻ, ജീവനെങ്കിലും ബാക്കി വയ്ക്കാൻ എനിക്ക് തോന്നാൻ വേണ്ടി. തന്ന ജീവിതം തിരിച്ചെടുക്കാൻ ഒരിക്കലും ദാവീദ് മടിക്കില്ല. ദാവീദ് റിബേക്കയോട് പറഞ്ഞു. ഇന്ന് കാത്തി കാരണം മെൽക്കിഷ്വ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിനെതിരെ, എനിക്കെതിരെ എന്തെങ്കിലും ഇനി നടന്നാൽ അതിനു പിന്നിൽ മെൽക്കിഷ്വായ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്നറിഞ്ഞാൽ ഞാൻ, നിങ്ങളുടെ ദൈവതുല്യനായ യഹൂദ വംശത്തിന്റെ രാജാവ്, അവസാനമായി പറയുന്നു, മെൽക്കിഷ്വായെ പ്രളയമല്ല എടുക്കുക, ഈ ദാവീദാണ്. മറ്റൊരു ഇരുണ്ട ഭൂമിക്ക് ആരെങ്കിലും കോപ്പ് കൂട്ടുന്നുണ്ടെങ്കിൽ ഇതോർത്തു വച്ചേക്ക്. വിശുദ്ധ ഏതന്മാർക്ക് നിയമം ലംഘിച്ച ശീലമുള്ളൂ. നീതിമാനായിരിക്കുക എന്നത് ഈ ദാവീദ് നഥാൻ ഏതൻ മറക്കും. ഒരൊറ്റ സാത്താന്റെ സന്തതിയെ ബാക്കി വെക്കാതെ വേട്ടയാടി തീർക്കും ഞാൻ. ദാവീദ് ചെന്ന് മിറിയത്തെ ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് നടന്നു. ദാവി, എന്താ പഗ്? ഞാനിപ്പോ വരാം. അവൾ ജോനഥാന് നേരെ നടന്ന് അവന്റെ മുന്നിൽ വന്ന് നിന്നതും ജോനഥാന്റെ മുഖമടിച്ച് അവളൊന്ന് കൊടുത്തു. ഇതെന്തിനാണെന്നറിയാമോ? നട്ടലുള്ളവനാണെങ്കിൽ മുന്നിൽ നിന്ന് പോരാടണം. അത് നന്മയ്ക്ക് വേണ്ടിയായാലും തിന്മയ്ക്ക് വേണ്ടിയായാലും. നിന്റെ ദൈവത്തെ എന്നെ അടച്ചിട്ട മുറിയിൽ ബന്ധിച്ചു നിർത്തിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ പോയ ബന്ധനം അഴിക്ക് നീ. മിറിയം അവിടെ നിന്ന് ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ആ ബന്ധനം ഇനി അഴിയണമെങ്കിൽ എന്റെ കുഞ്ഞ് ജനിക്കണം. ദാവീദ് ചിരിച്ചു. മിറിയത്തെ പരിശോധിച്ച ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. മേലേക്ക്, സാറ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. ചെറിയ ക്ഷീണമുള്ളത് ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞതിനാലാണ്. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അക്കു ചോദിച്ചു. ഇല്ല, താങ്ക്സ് ഡോക്ടർ, ദാവീദ് പറഞ്ഞു. ഡോക്ടർ പോയപ്പോൾ ദാവീദ് മിറിയത്തിന്റെ അടുത്തേക്ക് ചെന്നു. പഗിനും കുഞ്ഞു പഗിനും ഒരു കുഴപ്പവുമില്ല. പക്ഷേ പഗ് കുറച്ച് ദിവസത്തേക്ക് ഈ ബെഡിൽ നിന്ന് എഴുന്നേൽക്കരുത്, കേട്ടല്ലോ? അതെന്താ? റെസ്റ്റ്. നിനക്ക് ക്ഷീണമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിൽ ദാവിയും എവിടേക്കും പോകരുത്. ദാവിക്കും റെസ്റ്റ്. ഓക്കെ, പോകുന്നില്ല. നീ കിടക്ക്, എനിക്ക് താഴെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇതിനേക്കാൾ നല്ലത് നീ പോകുന്നതാ. മിറിയം അവനെ നോക്കി മുഖം വെറുപ്പിച്ചു. ദാവിക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ പഗ്? ദാവീദ് അവളുടെ മുഖത്ത് തലോടി. ഓക്കെ, ബട്ട് കുറച്ച് മാറി നിൽക്കാം. എനിക്ക് നിന്നെ പഴയതുപോലെ കിട്ടുന്നില്ല. മിറിയം പരാതി പറഞ്ഞു. പരാതി ഗൗരവമാണ്, ഞാൻ പരിഗണിക്കാം. ദാവീദ് ചിരിച്ചു. വേണ്ട നടപടി സ്വീകരിക്കാം. പോടാ. മിറിയം ചിരിച്ചു. നീ റെസ്റ്റ് എടുക്ക്, ഞാൻ വേഗം വരാം. ദാവീദ് അവളുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോൾ ആരോൺ എമിയോട് എന്തൊക്കെയോ പറഞ്ഞ് സംസാരിക്കുന്നത് അവൻ കണ്ടു. ഇത് ഉമ്മ. അമ്മ മീൻസ് ഈമ. ആര്യൻ ഒരു ബുക്കിൽ എഴുതുന്നത് കോണിപ്പടികൾ ഇറങ്ങി വരുന്ന ദാവീദ് കണ്ടു. വൈ ആര്യൻ, എന്തിനാ എന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? സോഫിയ ചോദിച്ചു. സോഫി, മലയാളം ഭയങ്കര ടഫ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ നീയൊരു ടഫ് ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുന്നു. സോഫി ഒന്നും മനസ്സിലാകാതെ മുഖം വീർപ്പിച്ച് ആര്യനെ നോക്കി. നിനക്ക് എം ടി വാസുദേവൻ നായരെ അറിയാമോ? കമല സുരയ്യെ അറിയാമോ? മോഹൻലാലിനെ അറിയാമോ? മമ്മൂക്കയെ അറിയാമോ? ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ അറിയാമോ? പോട്ടെ,
ജോൺസൺ മാഷിന്റെ സംഗീതം അറിയുമോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. ഇല്ലല്ലോ, എങ്കിൽ മലയാളം പഠിക്കേ. ആര്യൻ, നിനക്ക് ഷമുവേൽ യോസഫിനെ അറിയുമോ? ഹേമാ നെഹ്മാനെ അറിയുമോ? ഇവരെന്താ പച്ചക്കറികളാണോ അരിയാൻ? ആരോൺ ആലോചിച്ചു. അരിയണമെങ്കിൽ ആര്യൻ ഹീബ്രു പഠിക്കേ. സോഫിയ എഴുന്നേറ്റ് പോയി. വേണ്ടി വരും. ആര്യൻ കാര്യമായി തന്നെ ആലോചിച്ചു. സോഫിയ പോയപ്പോൾ ദാവീദ് അവന്റെ അടുത്ത് വന്നിരുന്നു. എന്തായി മലയാളം മാഷേ? സോഫിയ മലയാളം പഠിക്കുവോ? പഠിപ്പിക്കും ഞാൻ. ആര്യ, എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട്. എന്താ? ജോനത്താനെ പൊക്കണം. ദാവീദ് ആര്യനെ നോക്കി. എപ്പോ പൊക്കിയെന്ന് ചോദിച്ചാ പോരെ? ആര്യൻ ചിരിച്ചു.